Hi, welcome to my YouTube channel Kochi Neelandan. If you like my videos, then please do like, share and subscribe to my channel. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബുക്ക് റിവ്യൂ ആണ് ആൻഡ് രണ്ട് ബുക്സിന്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. These two books are written by the same author. ഓഥറിന്റെ പേര് സുധാമൂർത്തി എന്നാണ്. അപ്പോൾ നമുക്കിനി ബുക്ക് റിവ്യൂവിലേക്ക് കടക്കാം. ബിഫോർ ദാറ്റ് സുധാമൂർത്തി ആരാണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ഫസ്റ്റ് ഞാൻ സുധാമൂർത്തിനെ കുറിച്ചാണ് വായിക്കാൻ പോകുന്നത്. ഹൂ ഇസ് ഷീ? സുധാമൂർത്തി ഇസ് ആക്ച്വലി chairperson of the Infosys Foundation and a prolific writer in English and Kannada. She has written novels, technical books, travelogues, collection of short stories and non-fiction pieces, and 6 books for children. Her books have been translated into all the major Indian languages. Sudhamurthy was the recipient of the R.K. Narayan Award for Literature and the Padma Shri in 2006. അപ്പോൾ സുധാമൂർത്തിയെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ഒരു ബുക്കിലൂടെയാണ്. ആൻഡ് ആ ബുക്കിന്റെ പേരെന്ന് പറഞ്ഞ ചിൽഡ്രൻസ് ബുക്കാണ്. ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്നാണ് ആ ബുക്കിന്റെ ഒരു പേരെന്ന് പറയുന്നത്. ആൻഡ് ഐ റിയലി ലവ് ദാറ്റ് ബുക്ക്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് മെയിൻ നോവൽസ് ഇനി സുധാമൂർത്തിയുടെ വായിക്കാമെന്ന് വിചാരിച്ചത്. സോ നൗ ഐ എം ഹിയർ വിത്ത് 2 നോവൽസ് ഓഫ് സുധാമൂർത്തി, മഹാശ്വേത ആൻഡ് ഡോളർ ബഹു. അപ്പൊ ഇത് രണ്ടുമാണ് സുധാമൂർത്തിയുടെ ബുക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഫോട്ടോ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഇടാം. സോ യു ക്യാൻ റീഡ് ഇറ്റ് ഇഫ് യു വാണ്ട്. പിന്നെ എന്താന്ന് വെച്ചാല് ഓക്കെ, ഈ രണ്ട് ബുക്കിനും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇത് രണ്ടും മെയിൻ ആയിട്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വുമൺ ആണ് ആൻഡ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. മഹാശ്വേതയിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് അനുപമയാണ് പ്രൊട്ടഗണിസ്റ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ഡോളർ ബഹുവിൽ വരുന്നത് വിനുത എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഇവിടെ രണ്ടുപേരുടെയും കാര്യത്തിൽ വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ എന്താന്ന് വെച്ചാൽ both are well educated. Second one, they are self-dependent. പിന്നെ എന്താന്ന് വെച്ചാൽ വളരെ ബോൾഡ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് ദ ബേസിക് കോമൺ ഫാക്ടർ ഇസ് ദാറ്റ് ബോത്ത് ഓഫ് ദം ആർ ഫേസിങ് സം പ്രോബ്ലംസ് ആഫ്റ്റർ ദെയർ മാരേജ്. സോ മാരീഡ് ലൈഫിൽ അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ രണ്ട് ബുക്കിലും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് ബുക്ക് ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ഇസ് മഹാശ്വേത. അപ്പൊ മഹാശ്വേത ബുക്കിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ടൈറ്റിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. മഹാശ്വേത ഇസ് ആക്ച്വലി സാൻസ്ക്രിറ്റ് റൊമാൻറ്റിക് നോവൽ ഓഫ് 7th century. ആൻഡ് മഹാശ്വേത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഈ നോവലിന്റെ പേര് കാദംബരി എന്നാണ്. അപ്പൊ മഹാശ്വേത ഇസ് എ പ്രിൻസസ്. ഷീ ഈസ് ഫെല്ലിംഗ് ഇൻ ലവ് വിത്ത് പുന്തരിക ആൻഡ് പുന്തരിക ഇസ് എ സൺ ഓഫ് എ ഋഷി. അപ്പൊ അവരുടെ ലവ് വളരെ അൺകണ്ടീഷണൽ ആണ്. പക്ഷേ there's a tragic end, that is പുന്തരിക is dying. അപ്പം പുന്തരികയുടെ മരണശേഷം മഹാശ്വേത സ്വന്തം ഷീസ് പണിഷിങ് ഹെർസെൽഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്കാണ് ഈ സ്റ്റോറി വരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ സുധാമൂർത്തിയുടെ ഈ മഹാശ്വേത റൊമാൻറ്റിക് നോവലാണോ എന്ന്. ആബ്സല്യൂട്ട്ലി നോ. റൊമാൻസ് ഉണ്ട്, അതിന്റെ എലമെന്റ് ഉണ്ട്, പക്ഷെ അതല്ല ഇതിലെ മെയിൻ ആയിട്ട് വരുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്നത് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. സ്റ്റിൽ is love conditional or unconditional in our present situations? അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ലവ് എന്ന് പറയുന്നത് കണ്ടീഷണൽ ആണോ അൺകണ്ടീഷണൽ ആണോ എന്ന ക്വസ്റ്റ്യന്റെ ഒരു ആൻസർ ആയിട്ടാണ് മഹാശ്വേത എന്ന് പറഞ്ഞ ബുക്കിൽ വന്നിരിക്കുന്നത്. ആൻഡ് ഈ നോവലിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇതിന്റെ ഫ്രണ്ട് പേജിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് സുധാമൂർത്തി. അതിങ്ങനെയാണ്: To all those women in our country who suppress their emotions and suffer silently because they have leukoderma, may they be imbued with hope and courage. അപ്പൊ ല്യൂക്കോഡാമ എന്ന് പറഞ്ഞാൽ അതൊരു സ്കിൻ ഡിസീസ് ആണ്. ആൻഡ് അതിന്റെ ബേസിസിലായിട്ടുള്ള ഒരു സ്റ്റോറിയിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഒരു സമ്മറി മാത്രമാണ് റീഡ് ഔട്ട് ചെയ്യുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് എ വെരി ഷോർട്ട് ബുക്ക്, പെട്ടെന്ന് വായിക്കാൻ പറ്റും. പിന്നെ അതിന്റെ സ്റ്റോറി ഫുൾ പറഞ്ഞാൽ പിന്നെ വായിക്കേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ സമ്മറി മാത്രമായിട്ട് പറയുന്നത്. ഓക്കെ, സമ്മറി ഈസ് ലൈക്ക് ദിസ്. Anupama's fairy tale marriage to Anand falls apart when she discovers a white patch on her foot and learns that she has leukoderma. Abandoned by her uncaring in-laws and insensitive husband, she is forced to return to her father's home in the village. The social stigma of a married woman living with her parents, her stepmother's continual barbs that accompanies her skin condition force her to contemplate suicide. Determined to rebuild her life against all odds, Anupama goes to Bombay where she finds success, respect and the promise of an enduring friendship. അങ്ങനെയാണ് ഇതിന്റെ സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റോറിയിൽ ശരിക്കും കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ
വളരെ ഫ്രീ ബേർഡ് ആയിട്ട് നടക്കാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു അനുപമ. ബട്ട് വെൻ ഷീ ഗോട്ട് മാരീഡ്, സോഷ്യൽ സ്റ്റാറ്റസും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും കാരണം ഷീ ഈസ് ആക്ച്വലി പ്രഷറൈസ്ഡ് ബൈ ഹെർ ഇൻലോസ് ടു സ്റ്റേ ഇൻ ഹോം. ആൻഡ് പിന്നെ പുറത്ത് പോകണമെങ്കിൽ അവരുടെ കാറുണ്ട്. സോ അവൾക്ക് ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലുമുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടാണ്ട് വരുന്ന ഒരു ടൈമാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ ലൂക്കോഡർമ ഡിസീസ് അവൾക്ക് വരുന്നു. അത് കഴിഞ്ഞപ്പം ഇൻലോസിന്റെ, അതായത് അവളുടെ മദർ ഇൻ ലോയുടെ ബിഹേവിയറിൽ വരുന്ന ചേഞ്ച് പിന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഷീ ഈസ് കംപ്ലീറ്റ്ലി അബാൻഡൻഡ്, ഐസൊലേറ്റഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ വില്ലേജിലേക്ക് പോവാണ്. അപ്പൊ ഈ ടൈമിലൊക്കെ അവളുടെ ക്യാരക്ടറിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. അറ്റ് ലാസ്റ്റ് ഷീ ഈസ് ബിക്കമിങ് എ വെരി സ്ട്രോങ് വുമൺ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആനന്ദ് അവളെ റെഫ്യൂസ് ചെയ്തെങ്കിലും പിന്നെ അവളെ വിളിക്കാനായിട്ട് ആനന്ദ് വരുന്നുണ്ട്. പക്ഷെ ഷീ ഈസ് റെഫ്യൂസിങ് ടു ഗോ വിത്ത് ഹിം. കാരണം ആനന്ദ് വളരെ കണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്ന ഒരാൾ മാത്രമാണെന്നാണ് അനുപമ പറയുന്നത്. ആൻഡ് ഈ ബുക്ക് വായിച്ചു കഴിയുമ്പം നമുക്ക് ഡെഫിനറ്റ്ലി ഈ അൺകണ്ടീഷണൽ ലവ്, കണ്ടീഷണൽ ലവ്, അതിന്റെ മീനിങ് ആൻഡ് അതർ ദാൻ ദാറ്റ് വാട്ട് ഇസ് ബ്യൂട്ടി, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ബ്യൂട്ടി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ സമ്മറി എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായത്, ബ്യൂട്ടി ഡസ് നോട്ട് ലൈസ് ഇൻ വൺസ് ഫേസ്, ഇറ്റ് ഇസ് ആക്ച്വലി ബ്യൂട്ടി ലൈസ് ഇൻ അവർ ഹാർട്ട് എന്നാണ് ഈ ബുക്ക് പറയുന്നത്. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ബുക്കിന്റെ റൈറ്റിംഗ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, ഒന്ന് വായിക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കും. സെക്കൻഡ് ബുക്ക് എന്ന് പറയുന്നത് ഡോളർ ബഹു ആണ്. ആൻഡ് ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് വിനുതയാണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു സമ്മറി ഒന്ന് റീഡ് ഔട്ട് ചെയ്യാം. വിനുത മാരീസ് ഗിരീഷ്, a bank clerk, and starts living with his family in Bangalore. She adjusts to her new family well, looking after her husband, father-in-law and mother-in-law. Gaurama not taking to her heart her mother-in-law's constant criticism. Okay, Gaurama എന്ന് പറയുന്നത് mother-in-law ആണ് കേട്ടോ. But when Girish's elder brother Chandru, who is in the US, decides to get married, Vinuta has to listen to the endless comparisons made between her and Chandru's wife, the dollar Bahu, whose husband earns the valuable dollars that have brought the family its recent affluence. Vinuta slowly loses her health and peace of mind. Then Gaurama decides to visit her US-based son and daughter-in-law. Once there, she sees how liberating life can be, away from the strict norms that govern Indian middle-class life. But she also begins to understand that mere dollars cannot buy the love and respect that she gets as her due in India. Gaurama realizes that she must forge a new relationship with Vinuta, but Vinuta has to first forgive and forget the past. അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ, മഹാശ്വേത പോലെ തന്നെയുള്ള ഒരു സെയിം എലമെന്റ് ഒക്കെ തന്നെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ മഹാശ്വേതയില് ഒരു ഡിസീസ് ആയിരുന്നു മെയിൻ കണ്ടന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് മണിയാണ്. അപ്പം ഗൗരമ്മ എന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് വിമൺ ആണ്. അപ്പം ആൻഡ് ദ ബെസ്റ്റ് തിങ് ഷീ നീഡ്സ് ഇസ് മണി. സോ സൊസൈറ്റിയിൽ ഒന്ന് നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകണമെങ്കിൽ പോലും, ചുറ്റുവറ്റത്തുള്ളൊരു മാരേജിന് പോകണമെങ്കിൽ പോലും ഗൗരമ്മ എന്ന് പറയുന്ന ആൾ വളരെയേറെ ഡിസ്കറേജ്ഡ് ആണ്. കാരണം ഷീ എന്താ പറയുക, സ്വന്തമായിട്ട് ഭയങ്കര ഒട്ടും വലിയൊരു റിച്ച് ഫാമിലി അല്ല ഗൗരമ്മയുടെ. അപ്പൊ തന്നെ എത്ര പെട്ടെന്ന് മണി ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് മണി ഉണ്ടാക്കണം, എനിക്കൊരു നല്ല സ്റ്റാറ്റസ് കിട്ടണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഗൗരമ്മ. അപ്പം വിനുത ഫാമിലിയിലേക്ക് വന്നപ്പം ഷീ വാസ് ഓക്കെ വിത്ത് ദാറ്റ്. പക്ഷേ വിനുത വാസ് ഫ്രം എ പുവർ ഫാമിലി. അപ്പം ഈ ഡൗറി എന്ന് പറയുന്നത് ഈ ബുക്കിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അതൊക്കെ വളരെ കുറവായിട്ടാണ് ഈ വിനുത കൊടുത്തിരിക്കുന്നത്. ജ്വല്ലറി ഒക്കെ വളരെ കുറവാണ്. സോ അത് കഴിഞ്ഞിട്ടാണ് ഗൗരമ്മയുടെ മൂത്തയാൾ, ദാറ്റ് ഇസ് ചന്ദ്രു, മാരിയിങ് ഡോളർ ബഹു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ. അപ്പം അത് ഡോളർ ബഹു എന്നല്ല, വേറൊരു പേരുണ്ട്, ബട്ട് ഐ വോണ്ട് ടെൽ ദാറ്റ്, യു ഹാവ് ടു റീഡ് ഇറ്റ്. സോ അങ്ങനെ മാരി ചെയ്യുന്ന സമയത്ത് ഗൗരമ്മ അവളെയാണ് മോറായിട്ട് കെയർ ചെയ്യുന്നത്. വിനുതേനെ വളരെയേറെ ഐസൊലേറ്റ് ചെയ്യാണ്. സോ മണിക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഗൗരമ്മ. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഇതിന്റെ എൻഡ് ഇതിൽ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗൗരമ്മ റിയലൈസസ് ദാറ്റ് മണി കാൺട്ട് ഫുൾഫിൽ എവറിത്തിങ്, മണി വിൽ നെവർ ബൈ ലവ് ആൻഡ് എഫെക്ഷൻ. സോ അതൊക്കെ മനസ്സിലായ സമയത്ത് ഗൗരമ്മ സ്റ്റാർട്ടിങ് ടു ലവ് വിനുത. അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ ആണ് ഇതിൽ പോകുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 ബുക്കാണ് ഡോളർ ബഹു ബൈ സുധാമൂർത്തി ആൻഡ് മഹാശ്വേത ബൈ സുധാമൂർത്തി. അപ്പൊ രണ്ടും സൂപ്പർ ബുക്കാണ്. സോ ഇതിൽ ആദ്യം ഏതാ വായിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ മഹാശ്വേത തന്നെയാണ് പറയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡോളർ ബഹു. ഓക്കെ, സോ ഇതിന്റെ റൈറ്റിംഗ് സ്റ്റൈൽസ് എല്ലാം വളരെ സിമ്പിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പെൻക്വിൻ പബ്ലിക്കേഷൻസ് ആണ്. 2 ബുക്കും 250 rupees ഈച്ച് ആണ്. ആൻഡ് യു വിൽ ടേക്ക് അപ്രോക്സിമേറ്റ്ലി 2 days ടു റീഡ് ഈച്ച് ബുക്ക്.
ഓക്കെ, സോ ഇന്നത്തെ എൻ്റെ ബുക്ക് റിവ്യൂ ഇവിടെ കഴിയാണ്. നാളെ ഞാൻ നല്ലൊരു റിവ്യൂ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.